എല്ലാവർക്കും ലക്ഷ്മി നാരായണ ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവുമാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ പരമമായ ലക്ഷ്യം. എല്ലാ ദിവസവും ശിവപൂജ, വിഷ്ണു പൂജ, ലക്ഷ്മി പൂജ, കുബേര പൂജ, ശത്രു സംഹാര പൂജ, ശനീശ്വര പൂജ, ഗണപതി പൂജ, എല്ലാ പൂജകളും നമ്മൾ ചെയ്യുന്നു. തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും മാത്രം ഇട്ടാൽ മതി. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. എല്ലാത്തിനും ഉപരി പൂർണ്ണമായ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് കാര്യത്തിനും ഐശ്വര്യങ്ങൾ വന്നു കുമിയും. ഒരാളിൽ പൂർണ്ണമായി വിശ്വസിക്കും. ഈശ്വരനായാലും മനുഷ്യനിലായാലും എന്തുവാനും പൂർണ്ണമായി വിശ്വസിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഐശ്വര്യമുണ്ട്. ധാരാളം ഹോമങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് പൂജ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നാളും പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. നമ്മൾ പൂജകൾ ഓരോ ദിവസം ചെയ്യുന്നു. ധാരാളം ആൾക്കാർ ജ്യോതിഷത്തിന് വരുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പൂജ ചെയ്യും. കൂട്ടത്തിൽ നിങ്ങളുടെയും പേരും നാളും പറഞ്ഞാൽ അതിൻ്റെ ഐശ്വര്യമുണ്ട്. വളരെ ഭീമമായ ചിലവാണ് ഹോമങ്ങൾ ചെയ്യാൻ വേണ്ടി. അതിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉൾപ്പെടുത്താൻ സാധിക്കും നിങ്ങളെ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അതുകൊണ്ട് കുമിഞ്ഞുകൂടും എന്നുള്ളത്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും ഈ കമൻറ്റ് ബോക്സിൽ പേരും നാളും പറഞ്ഞ് മാത്രം ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഐശ്വര്യം വരും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അതാണ് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. നമ്മൾ പറയാൻ പോകുന്നത് ചന്ദ്രനെ കുറിച്ചാണ്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ചന്ദ്ര നക്ഷത്രത്തെക്കുറിച്ചാണ്. ആ നക്ഷത്രമുള്ള ആൾക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യം വന്നു ചേരും എന്നും. അത് ചിങ്ങമാസം നല്ല ഐശ്വര്യമുള്ള ദിവസമാണ്. ചിങ്ങമാസം നിങ്ങൾക്ക് എല്ലാം കൊണ്ടും ഈ ചന്ദ്ര നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധനം വന്ന് കുമിഞ്ഞുകൂടും എന്നുള്ളതിൽ ഒരു പ്രത്യേകതയില്ല. ഈ ചന്ദ്ര നക്ഷത്രക്കാരെ കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യിപ്പിച്ചാൽ നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചന്ദ്ര നക്ഷത്രക്കാരുടെ കൊണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമേ ഇത് ചെയ്യിക്കാൻ പറ്റും. ആ ദിവസമേ ചന്ദ്രൻ്റെ ബലം കൂടുതലുള്ളൂ. ആ നക്ഷത്രക്കാർക്ക് ബലം കൊടുക്കുകയുള്ളൂ ചന്ദ്രൻ. അപ്പോൾ ആ ചെയ്യേണ്ട കാര്യം ശനിയാഴ്ച ദിവസമാണ് ഇത് ചെയ്യേണ്ടത്. പ്രത്യേകമായി ശ്രദ്ധിക്കണം. ശനിയാഴ്ച ദിവസം രാവിലെ നിങ്ങൾ ഇവരെയും കൊണ്ട് വിളക്ക് കത്തിക്കണം. വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിൽ പ്രധാനമായി ഒന്ന് വിളക്ക് കത്തിക്കുക എന്നുള്ളത്. വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ശനിയാഴ്ച ആയതുകൊണ്ട് ശനിയാഴ്ച കാക്കയ്ക്ക് ആഹാരം കൊടുക്കണം. എള്ള് വെച്ചാണ് കൊടുക്കേണ്ടത്. എള്ള് വെച്ച് ആഹാരം കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചോറ്, എള്ള് ഇത് രണ്ടും ചേർത്ത് നിങ്ങൾ ആഹാരം കൊടുക്കുകയാണെങ്കിൽ ഈ വ്യക്തികളെ കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ പറയുന്ന നാളുകാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകും. പിന്നെ മൂന്നാമത്തെ ചെയ്യേണ്ട കാര്യം ക്ഷേത്രത്തിൽ പോയി നവഗ്രഹമുള്ള ക്ഷേത്രത്തിൽ ഒരു അർച്ചന കഴിക്കണം. അത് പ്രധാനമാണ്. അല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിക്കണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പരിഹരിക്കും എന്നുള്ളതിൽ ഒരു മാറ്റവുമില്ല എന്നുള്ളത്. ഈ ചന്ദ്ര നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് പറഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, പുണർദം, പൂയം, ഉത്രട്ടാതി, രേവതി, അവിട്ടൻ, ചതയം, പൂരിട്ടാതി, മകം, അത്തം, ചിത്തിര എന്നീ നാളുകാരാണ് ചന്ദ്ര നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ കൊണ്ട് നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് വിചാരിക്കാത്ത രീതിയിലുള്ള ഐശ്വര്യങ്ങൾ വരും. ഈ ശനിയാഴ്ച ദിവസം ഇവരെ നമ്മളൊന്നും പറയാൻ പാടില്ല. ഇവർക്ക് സന്തോഷം കൊടുക്കണം. അവരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യിപ്പിക്കും. ഈ പറയുന്ന നാളുകാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഐശ്വര്യങ്ങൾ വന്ന് കുമിയും. നിങ്ങളുടെ വർഷങ്ങളായുള്ള സ്വപ്നങ്ങൾ, വീടോ വാഹനമോ എന്തുവാ, ധനമോ, നിങ്ങൾക്ക് എന്താണ് ജോലിയോ, എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് അത് ആ നിമിഷം തന്നെ ഇത് 7 വട്ടം ചെയ്താൽ മാത്രമേ ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ. ചില ആൾക്കാർക്ക് ഭാഗ്യം കൊണ്ട് 1-ാം വട്ടം തന്നെ ഐശ്വര്യം ഉണ്ടാകും. എന്നാൽ 7 വട്ടമാണ് ഇത് ചെയ്യുന്നത്. 7 ശനിയാഴ്ചകളിൽ നിങ്ങളിത് ചെയ്തു നോക്കൂ. ഈ ദിവസം ധരിക്കേണ്ട ഡ്രസ്സും പ്രത്യേകം ശ്രദ്ധിക്കണം. കറുത്ത വസ്ത്രം അല്ലെങ്കിൽ നീല വസ്ത്രം ഇതിലേതെങ്കിലും ഒന്ന് ധരിച്ച് നിങ്ങൾ ചെയ്തു നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഫലമുണ്ടാകും എന്നുള്ളത് ഒരു സംശയം. 7ര ശനി അല്ല, കണ്ടകശനി അല്ല, ഏത് ശനിയാണെങ്കിൽ പോലും നിങ്ങൾ ഈ കർമ്മം ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ആ പാപങ്ങൾ ഇല്ലാതായിത്തീരും. നിങ്ങളുടെ ജന്മാന്തരങ്ങളായുള്ള പാപങ്ങൾ ഇല്ലാതാക്കുന്ന ഏറ്റവും നല്ല മാർഗമാണ് ഈ മാർഗത്തിലൂടെ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ച് ശനീശ്വരൻ്റെയും അനുഗ്രഹം ഇതിലൂടെ നമ്മൾക്ക് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതായത് കാക്കയ്ക്ക് നമ്മൾ ആഹാരം കൊടുക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അന്നദാനം, ദാനധർമ്മം. ഒരു പൊതിയെങ്കിലും ആർക്കെങ്കിലും ഒരു ദാനം നിങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ് തീർച്ചയായും ചെയ്യേണ്ടത്. 7 വട്ടം ചെയ്യുമ്പോൾ ഒരു 2 വട്ടമെങ്കിലും 7 വട്ടവും ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠകരമാണ്. 2 വട്ടമെങ്കിലും ഒരു അന്നദാനം, ഒരു പൊതിയെങ്കിലും ഒരു പാവപ്പെട്ടവന് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറിക്കിട്ടും എന്നുള്ളതാണ്. അത് പരിഹാര മാർഗമാണ്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചോണം. ശനിയാഴ്ച ദിവസം ഈ നാളുകാരെ കൊണ്ട് നിങ്ങൾ ചെയ്യിച്ചു നോക്കൂ. നിങ്ങൾക്ക് വിചാരിക്കാത്ത ഐശ്വര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും. അതുപോലെ തന്നെ മന്ത്രങ്ങൾ ജപിക്കണം. ഓം ശനീശ്വരായ നമഃ എന്ന് ഒരു 108 വട്ടം ജപിച്ചാലും മതി. ശനിയുടെ അഷ്ടോത്തരമായാലും ജപിക്കാം. എന്നാലും അതറിയാത്തവർ തീർച്ചയായും ശനീശ്വരായ നമഃ എന്ന് മന്ത്രം മുടങ്ങാതെ ജപിച്ചാൽ മതി. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകണമെന്നാണ് നമ്മൾ എല്ലാ ദിവസവും നിങ്ങൾ പൂജയിൽ പങ്കെടുക്കണം അതും പറയുകയാണ്.
എല്ലാവർക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാകട്ടെ. ഓം ലക്ഷ്മി നാരായണ.